ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അമൃതം പൊടിയും പഴവും വെച്ചിട്ട് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അമൃതം പൊടി. നമുക്ക് അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടിയാണിത്. ഇത് വെച്ചിട്ട് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാൻ കുറച്ചൊക്കെ അമൃതം പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പലഹാരങ്ങളുടെ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഴം അരച്ച് ചേർക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 3 ചെറിയ ചെറുപഴം എടുത്തിട്ടുണ്ട്. അതായത് പാളയംകോടൻ പഴം, മൈസൂർ പഴം എന്നൊക്കെ പറയുന്ന പഴം. ഇതില്ലാന്നുണ്ടെങ്കിൽ റോബസ്റ്റ് പഴം ആയാലും എടുക്കാം. പക്ഷേ ഇതാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചെറുതായതുകൊണ്ട് 3 എടുത്തേക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഈ അമൃതം പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടി ലൂസായിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഇതിന് മധുരമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശർക്കര നീര് ഒരു 2 അച്ച് ശർക്കരയൊക്കെ മതിയാവും. അതൊന്ന് അമ്മിയമ്മ കുത്തി ചതച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര നീരാണിത്. അപ്പോൾ അത് ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അവിടേക്ക് ഉണ്ട്. അത് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കേണ്ട, അപ്പോൾ ചിലപ്പോൾ ഭയങ്കര ലൂസായിട്ട് പോവും. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ നന്നായി ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പാകമാണ് ഇതിന് വേണ്ടത്. അതുവരെ നമ്മൾ കുറച്ച് ശർക്കര നീര് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരിക. ഇപ്പോൾ ഇവിടെ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും നന്നായിട്ട് പൊന്തി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 2 നുള്ള് ചെറിയ ജീരകം, ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഒരു 3 ഏലക്കയുടെ ഉള്ളിലുള്ള കുരു, പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ കൈ ഒന്ന് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മാവ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വളരെ ചെറിയ ബോളാക്കിയിട്ട് ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോണ്ടയുടെ ഷേപ്പൊക്കെ പോലെ ഉരുട്ടിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഒരുപാട് നേരം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഓയിലിട്ട് വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഏത് ഷേപ്പിലായാലും കഴിക്കുമ്പോൾ ടേസ്റ്റൊക്കെ ഒന്നായിരിക്കും. പക്ഷേ ഉൾഭാഗം നന്നായി വെന്ത് കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഇവിടെ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിനി ഇത് ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ ഓയിൽ കുടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാതും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് കൈ ഒന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം മാവ് കുറച്ചെടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.